സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹെക്സാഡെസിമൽ നമ്പേഴ്സിൽ നിന്ന് ബാക്കിയുള്ള നമ്പർ സിസ്റ്റത്തിലോട്ടുള്ള കൺവേർഷൻ ആണ്. ആദ്യമായിട്ട് നമുക്ക് ഹെക്സാഡെസിമൽ നമ്പർ തന്നാൽ അതിനെ എങ്ങനെ ഡെസിമലാക്കി കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം. അപ്പം നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഏത് നമ്പർ സിസ്റ്റത്തിനെയും ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ നമ്പറിൻ്റെ പൊസിഷൻ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് പോയാൽ മതി. എക്സാമ്പിൾ ആയിട്ട് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിയുടെ പൊസിഷൻ 16⁻0 ആണല്ലോ ഹെക്സാഡെസിമലിൽ. ഇത് 16⁻1 1 ആണെങ്കിൽ 16⁻2 ആണ്. ഇനി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെക്സാഡെസിമൽ നമ്പറിൽ നമ്മൾ ഡെസിമൽ എണ്ണുവാണെങ്കിൽ A10 B11 ആണ്. സോ B11 ആയതുകൊണ്ട് 11 × 16⁻0 9 × 16⁻1 പ്ലസ് 1 × 16². സോ 411 ആണ് ഡെസിമലിൽ 19B എന്ന ഹെക്സാഡെസിമൽ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ. ഇനി നമുക്ക് ഒരു ഹെക്സാഡെസിമൽ നമ്പറിനെ എങ്ങനെ ബൈനറി ആക്കി കൺവേർട്ട് ചെയ്യാമെന്ന് നോക്കാം. ഹെക്സാഡെസിമൽ നമ്പറിനെ ബൈനറി ആക്കി കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾ ഓരോ ഹെക്സാഡെസിമൽ ഡിജിറ്റിനെയും കറസ്പോണ്ടിങ് അതിൻ്റെ 4 ബിറ്റ് ബൈനറി ഇക്വലന്റ് എഴുതിയാൽ മതി. അപ്പോൾ ഇത് നമ്മൾ പഠിക്കണമെങ്കിൽ നമ്മൾ ഏറ്റവും ഈസി വേ എന്താണെന്ന് വെച്ചാൽ 0 മുതൽ F വരെയുള്ള നമ്പേഴ്സിൻ്റെ ബൈനറി നമ്പേഴ്സ് എന്താണെന്ന് ഓർത്താൽ മതി. നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റും. 0 മുതൽ F വരെ. കാരണം A10 ആണ്, B11 ആണ്, C അങ്ങനെ F എന്ന് പറയുന്നത് 15 ആണ്. അപ്പോൾ 15ന്റെ ബൈനറി എന്ന് പറയുന്നത് 111 ആണ്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് നോക്കാം. 2AF ഇതിന് കറസ്പോണ്ടിങ് ബൈനറി എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ 2ന്റെ കറസ്പോണ്ടിങ് ബൈനറി എന്താ? അത് 4 ബിറ്റിലായിരിക്കണം നിങ്ങൾ റെപ്രസെന്റ് ചെയ്യേണ്ടത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. 4 ബിറ്റിലായിരിക്കണം റെപ്രസെന്റേഷൻ എടുക്കേണ്ടത്. അപ്പോൾ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 0010 ആണ്. A എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈനറിയിൽ 1010. F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ആണ്. 15ന്റെ ബൈനറി ഇക്വലന്റ് എന്ന് പറഞ്ഞാൽ 1111. സോ ഇത് നമ്മൾ ചേർത്ത് എഴുതുന്നതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത് ഹെക്സാഡെസിമൽ ടു ബൈനറി കൺവേർഷൻ. ഇനി നമുക്ക് ഹെക്സാഡെസിമൽ ടു ഒക്ടൽ നോക്കാം. ഹെക്സാഡെസിമൽ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ നമ്പർ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം തന്നിരിക്കുന്ന ഹെക്സാഡെസിമൽ നമ്പറിന് നമ്മൾ എന്താക്കണം? ബൈനറി ആക്കി കൺവേർട്ട് ചെയ്യണം. ബൈനറി ആക്കി കൺവേർട്ട് ചെയ്യാൻ നമുക്കറിയാം നമ്മൾ 4 ബിറ്റ് വെച്ചിട്ട് ഓരോ ഹെക്സാഡെസിമൽ ഡിജിറ്റിനെ റെപ്രസെന്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ 3 ബൈനറി ബിറ്റ്സുകളെ തമ്മിൽ ഗ്രൂപ്പ് ചെയ്യണം. ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ഒക്ടൽ നമ്പർ കിട്ടും. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ 65.4Z. അപ്പോൾ 6 എന്ന് പറയുന്നത് ബൈനറിയിൽ 0110 ആണ്. 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0101 ആണ്. ഓക്കെ. ഈ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 0100 ആണ്. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 12 ആണ്. C എന്ന് പറഞ്ഞാൽ 1100 12. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പോയിന്റിന് മുമ്പുള്ളത് ദാറ്റ് ഈസ് 65നെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യേണ്ടത് 3 ബിറ്റ് വെച്ച് ഗ്രൂപ്പ് ചെയ്യണം. എവിടെ നിന്ന് എങ്ങോട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈറ്റ് ടു ലെഫ്റ്റിൽ നിന്ന് എന്ന് വെച്ചാൽ പോയിന്റ് ഇപ്പുറത്ത് നിന്ന് ഞാൻ ഈ റെഡിങ് വരച്ച അവിടെ മുതൽ ഇങ്ങോട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്യണം. അപ്പോൾ 101 ഗ്രൂപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്താ? 101ന് കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂ 5. പിന്നെ അടുത്തത് നോക്കിയേ 100 ആണ് അടുത്ത വരുന്നത് ദാറ്റ് ഈസ് 4. ഓക്കെ. ദെൻ നെക്സ്റ്റ് വരുന്നത് 01 ആണ്. നമ്മളത് 3 ബിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തൊരു 0 കൂടി ഇടും. ദാറ്റ് ഈസ് 001. ദാറ്റ് ഈസ് 1. ദാറ്റ് ഈസ് 145 കിട്ടും. ഇനി 4Z എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് 3 ബിറ്റ് ഗ്രൂപ്പ് ചെയ്യണം. ഓക്കെ. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ഗ്രൂപ്പ് ചെയ്യുമ്പോൾ 010 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താന്ന് കിട്ടി? 2 ആണെന്ന് കിട്ടി. പിന്നെ 011 ദാറ്റ് ഈസ് 3 കിട്ടും. പിന്നെ 0 ആണ്. അപ്പോൾ 0000 എഴുതി കഴിഞ്ഞാൽ അത് സിഗ്നിഫിക്കൻസ് ഇല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ.